ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പൂജയും കൂട്ടി ഡ്രസ്സ് എടുക്കാനായിട്ട് പോയി നല്ല സാരിയൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് പങ്കജ് ഭയങ്കര ആളായിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. പെട്ടെന്നാണ് നമ്മുടെ പൂജയുടെ ഫോണിലേക്ക് അപ്പുവിൻ്റെ കോള് വന്നത്. ഞാൻ താഴെ വന്നിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചു. അതിനെന്താ അപ്പോട്ടാ, അപ്പോട്ടൻ ഇങ്ങ് വാന്നും പറഞ്ഞ് പൂജ ഇങ്ങനെ വിളിച്ചു. എന്നിട്ട് പങ്കജിനോട് അപ്പോട്ടൻ ഇവിടെ വന്നിട്ടുണ്ടെന്നും പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നും പറഞ്ഞ് പങ്കജ് ഇരിക്കുക. എവിടെ പോയാലും ആ നാശം പിടിച്ചവൻ പിന്നാലെ ഉണ്ടല്ലോ എന്നിങ്ങനെ അവിടെ നിന്ന് നമ്മുടെ പങ്കജ് മനസ്സുകൊണ്ട് വിചാരിക്കുക കേട്ടോ. ഈ സമയം കൊണ്ട് നമ്മുടെ അപ്പു അവരെ തേടി അവരുടെ അരികിലേക്ക് വന്നു. അപ്പോൾ അപ്പു ഇങ്ങനെ വരുന്നത് നമ്മുടെ പൂജ കണ്ടു. പൂജ കണ്ടപ്പോൾ അപ്പോട്ടാ എന്നും പറഞ്ഞ് വിളിച്ചു. അപ്പോൾ അന്നേരം ഇവരുടെ അടുത്തേക്ക് വരിക. പെട്ടെന്ന് പങ്കജ് ഈ അപ്പുവിനെ തുറച്ചു നോക്കുന്നു. അതുപോലെ തന്നെ അപ്പുവും പങ്കജിനെ തുറച്ചു നോക്കുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ വന്ന് പരസ്പരം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പൂജ പറഞ്ഞു വാ എന്ന് ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവർ ആ സാരി സെലക്ട് ചെയ്യാനായിട്ട് അപ്പുവിനെയും കൂട്ടി. പിന്നെ നമ്മുടെ പൂജയാണെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ കൂടുതൽ ചോദിക്കുന്നത് അപ്പുവിനോടായി. നേരത്തേക്കും പങ്കജിനത് ദേഷ്യം വന്നല്ലോ. പങ്കജ് ഭയങ്കര കലിപ്പിലിങ്ങനെ ഇരിക്കുക. ആ സമയം സാരിയൊക്കെ സെലക്ട് ചെയ്തു. അപ്പോൾ പറഞ്ഞു കൊടുത്ത സാരി അങ്ങ് എടുത്തു. സാരി അപ്പു ചൂസ് ചെയ്തത് എടുത്തിട്ട് പൂജ വെറുതെ പേരിനൊന്ന് പങ്കജിനോട് ചോദിച്ചു. പങ്കജ് ഇത് നല്ലതല്ലേ എന്ന് ചോദിച്ചു. നല്ലതാണ്, അപ്പുവിന് ഇഷ്ടപ്പെട്ടാൽ പിന്നെ വേറെ എന്തെങ്കിലും നോക്കാനുണ്ടോ, അടിപൊളിയാണെന്നും പറഞ്ഞ് ഇവരെന്നിട്ട് സാരിയൊക്കെ സെലക്ട് ചെയ്തിട്ട് ഇങ്ങ് പോന്നു. അങ്ങ് പോരുന്ന സമയത്ത് എന്തായാലും അപ്പോട്ടം വന്നതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ, അപ്പോട്ടം വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് പൂജ പറയാം. നീ വിളിച്ചാൽ പിന്നെ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു നമ്മുടെ അപ്പു. എന്തായാലും സാരി സെലക്ട് ചെയ്ത് കഴിഞ്ഞു, ഇനിയിപ്പോൾ അടുത്തത് സെലക്ട് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാമെന്നും പറഞ്ഞ് പൂജ ഇങ്ങനെ പറഞ്ഞപ്പോൾ നീ ചെന്ന് സെലക്ട് ചെയ്യും, ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു അപ്പു. അങ്ങനെ പൂജ അതെന്താ നിങ്ങൾ രണ്ടുപേരും മാറി നിൽക്കുന്നേ, നീ ആദ്യം പോയി കണ്ടുവയ്ക്കുക, ഞങ്ങളങ്ങ് വന്നേക്കാവെന്ന് പറഞ്ഞു. അങ്ങനെ പൂജ അവിടുന്ന് പറഞ്ഞു വിടുക. പൂജയെ പറഞ്ഞു വിട്ടു. പൂജയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ചെന്ന് ഇതൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ അപ്പവും പങ്കജും കൂടി നീ ആരെ കാണാനാടാ ഇങ്ങോട്ട് വന്നത്, നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് എനിക്കറിയാം, നിൻ്റെ ഒരു ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അപ്പു പറഞ്ഞപ്പം അതൊക്കെ നിൻ്റെ വെറും തോന്നൽ മാത്രമാണ് പങ്കജ്, തോന്നൽ മാത്രമാണ് അപ്പു, ഞാൻ കാര്യങ്ങളെല്ലാം വിചാരിച്ചതെടുത്ത് തന്നെ കൊണ്ടുവന്ന് കെട്ടുമെന്നും പറഞ്ഞുകൊണ്ട് പങ്കജ് പറയാം. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു ഇവരുടെ സംസാരത്തിനിടയിൽ രണ്ടുപേർക്കും ദേഷ്യം പിടിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടുപേരും അടക്കി പിടിക്കാൻ ഒരുപാട് പണിപ്പെടുന്നുണ്ട്. അങ്ങനെ നീയും അതുപോലെ പൂജയും ഈ ലോകത്തിൻ്റെ എവിടെ പോയാലും നിൻ്റെ പിന്നാലെ ഞാനുണ്ടാകുമെന്നും നിൻ്റെ മനസ്സിലിരിപ്പൊന്നും നടക്കില്ലെന്നും നമ്മുടെ അപ്പു പങ്കജിനോട് പറയുകയും ചെയ്തു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ദേഷ്യപ്പെട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. അപ്പോഴത്തേക്കും പൂജ അവിടെ നിന്ന് വിളിച്ചു, നിങ്ങൾ വരുന്നില്ലേ എന്നും ചോദിച്ച്. അന്നേരം ഇവർ രണ്ടുപേരും കൂടെ ഡ്രസ്സ് സെലക്ട് ചെയ്യാനായിട്ട് അങ്ങ് പോയി. ഈ സമയത്ത് സരസ്വതി അമ്മ ഇങ്ങനെ കുറച്ച് കാശിന് സുമിത്രയുടെയും ശീതളിൻ്റെയും സംസാരം രഞ്ജിതയ്ക്ക് വിൽക്കാം എന്നും വിചാരിച്ച് അങ്ങനെ നിൽക്കുന്നു. നേരത്തേക്ക് രഞ്ജിതയുടെ കോള് വന്നു. രഞ്ജിതയുടെ കോള് വന്നപ്പോൾ സരസ്വതി അമ്മ കോൾ എടുത്തു. മോളെ എന്നും പറഞ്ഞ് ഓടി പുറത്തേക്ക് ഇറങ്ങിയിട്ട് രഞ്ജിതയായിട്ട് ഫോണിൽ സംസാരിക്കുക. നിങ്ങളിവിടുന്ന് പോയതല്ലാതെ വേറൊന്നും പറഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ വേറൊന്നും ഇങ്ങോട്ടേക്ക് വിളിച്ചറിയിച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് പിന്നെ മോളെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മറന്നോ എന്ന് ചോദിച്ചു രഞ്ജിത. നീ എന്താ ഇങ്ങനെ പറയുന്നേ, നീ തന്ന കാശും നീ തന്ന സമ്മാനങ്ങളും ഒക്കെ ഓർമ്മയുള്ളിടത്തോളം നിൻ്റെ കാര്യം ഞാൻ മറക്കുമോ, അല്ലെങ്കിൽ നിന്നോട് ആ ഒരു ഇത് ഞാൻ കാണിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച സരസ്വതിയോട്. സുമിത്രയെക്കുറിച്ച് എന്തെങ്കിലും പുതിയ വിവരങ്ങൾ മറ്റോ കിട്ടിയോ, സുമിത്രയെ കാണാൻ ആ വക്കീൽ വരികയോ അല്ലെങ്കിൽ സുമിത്ര വക്കീലിനെ കാണാൻ പോവുകയോ അവർ സംസാരിക്കുകയോ മറ്റോ ചെയ്തോ എന്ന് ചോദിച്ച രഞ്ജിതയോട് വക്കീലിൻ്റെ കാര്യമൊന്നും എനിക്കറിയില്ല, പക്ഷേ അവളും അവളുടെ മകളായ ശീതളും കൂടി ചേർന്ന് പ്രതീഷ് നിന്ന സ്ഥലത്ത് പ്രതീഷിനെക്കുറിച്ച് അറിയാൻ വേണ്ടി പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് രഞ്ജിത ഒന്ന് ഞെട്ടി. പ്രതീഷിനെ കാണാൻ പ്രതീഷ് നിന്ന് എവിടെ? ശീതളിനെ കാണാൻ അങ്ങാണ്ട് പണ്ട് അവൻ വർഷങ്ങൾക്ക് മുമ്പ് എവിടെയോ നിന്ന് വിളിച്ചായിരുന്നെന്നോ അവിടുത്തെ കടക്കാരോട് ചോദിച്ച പ്രതീഷിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ കഴിയുമെന്നോ എന്നൊക്കെയാണ് നിന്ന് പറയുന്നത് കേട്ടത്. എനിക്കതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല മോളെന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി ഇങ്ങനെ പറയുക. പുള്ളിക്കാരി അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് രഞ്ജിത ഒന്നും ഞെട്ടി. കാരണം രഞ്ജിതയ്ക്ക് അറിയാം എവിടെ വെച്ചാണ് നമ്മുടെ പ്രതീക്ഷ അവസാനമായി പിരിഞ്ഞത് എന്നുള്ള കാര്യം. അപ്പോൾ എവിടെയാണോ എങ്ങനെയാണെന്നൊന്നും പറഞ്ഞില്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഇല്ല അതൊന്നും പറഞ്ഞില്ല, പോയി കണ്ടിട്ട് വരാമെന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ശരി, എന്തെങ്കിലും പുതിയ ഇതുണ്ടെങ്കിൽ അറിയിക്കണം, പിന്നെ അവരെങ്ങോട്ടാണ് പോയിരിക്കുന്നത്, അവരെവിടെയാണ് നിൽക്കുന്നത്, ഇതൊക്കെ നിങ്ങൾ പോയി കണ്ടുപിടിക്കാൻ പറഞ്ഞു. നിങ്ങൾ പിന്നാലെ നിങ്ങൾ അവിടെ ഇരിക്കണ്ട, നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് വല്ല മാറ്റവും വന്നു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം അറിയാമല്ലോ, വേഗം പോകാൻ പറഞ്ഞു. ശരി മോളെ ഞാൻ പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഫോണും കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ സരസ്വതി അമ്മ ഇവൾക്ക് കൊണ്ട് തലവെച്ച് കൊടുത്തത് അബദ്ധമായോ എന്നിങ്ങനെ അവിടെ നിന്ന് ചിന്തിക്കുക. എന്തായാലും പോയി നോക്കാം, എവിടെയാണ്
ലാസ്റ്റായിട്ട് പ്രതീക്ഷ നിന്നതെന്ന് അറിയാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മ പോവാം. അങ്ങനെ കുറച്ച് നടന്നു. എന്നിട്ട് പിന്നെ സുമിത്രയെയും ശീതളിനെയും കൂടെ കണ്ടു. അവർ രണ്ടുപേരും ഓട്ടോയ്ക്ക് വന്നിറങ്ങി നേരെ നമ്മുടെ സുധേവൻ വക്കീലിൻ്റെ അടുത്തേക്കാണ് പോയത്. അപ്പോൾ എവിടെയാണ് മോളെ നിന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ അമ്മയെന്ന് പറഞ്ഞ് കൊണ്ടുപോയി സുധേവൻ വക്കീലിൻ്റെ അവിടെ വെച്ചാണ് നമ്മുടെ ശീതൾ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ശീതൾ നോക്കുമ്പോൾ എന്താ അവിടെയൊക്കെ അടഞ്ഞു കിടക്കുന്നു. ഇവിടെ വെച്ചാൽ അമ്മ ഞാൻ ഇവിടെ വെച്ചാ ഏട്ടൻ എന്നെ വിളിച്ചത്, ഇങ്ങോട്ട് വരാനാണ് ഏട്ടൻ എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടേക്കോ? അതെ, ഇവിടേക്ക് തന്നെയാണെന്ന് പറഞ്ഞു. അങ്ങനെ സുമിത്ര മോളോട് തരങ്ങും വിലങ്ങും ഓരോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ശീതൾ അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇവിടെ വെച്ചാണല്ലേ പ്രതീക്ഷ മോളെ വിളിച്ചതെന്ന് ചോദിച്ചപ്പം അതേ അമ്മ ഇവിടെ വെച്ച് തന്നെയാണ് വിളിച്ചതെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ സുമിത്രയും ശീതളും കൂടെ കയറി ചെന്ന് അവിടെയെല്ലാം ഏന്തി വലിഞ്ഞ് നോക്കുക. പക്ഷേ അവിടെയൊന്നും ആരുമില്ല. കാരണം സുധേവൻ വക്കീലെല്ലാം ഉപേക്ഷിച്ചിട്ട് പോയതാണല്ലോ. അപ്പോൾ സുമിത്രയ്ക്ക് അറിയാം അവിടെ കൊണ്ടുപോയി യാതൊരു പ്രതീക്ഷയും വേണ്ടാന്ന്. പക്ഷേ അവസാന കച്ചിത്തുരുമെന്നുള്ള രീതിയിൽ നോക്കിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ നമ്മുടെ സുമിത്ര അവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നു. ഈ സമയത്ത് സരസ്വതിയമ്മ പിന്നാലെ വന്ന് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുക ഇവരെ. അപ്പം ഇവിടെയാണ് അവൻ വന്നിരുന്നത്, ഇവളെ കാണാനായിട്ട് വിളിച്ചത്. അപ്പം ഇതങ്ങ് രഞ്ജിതയ്ക്ക് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം രഞ്ജിത പറയുന്ന വക്കീൽ ഇത് തന്നെയായിരിക്കുമോ? ഏത് നേരം ഒരു വക്കീലിൻ്റെ കാര്യം പറയുമല്ലോ, അയാളുടെ ഓഫീസായിരിക്കുമോ ഇത്? അയാളും ഈ രഞ്ജിതയും തമ്മിൽ എന്തായിരിക്കും ബന്ധം എന്നൊക്കെ ഇങ്ങനെ സരസ്വതിയമ്മ ചിന്തിക്കുക കേട്ടോ. അപ്പോൾ സരസ്വതിയമ്മ ഇങ്ങനെ അതൊക്കെ ചിന്തിച്ചു. സരസ്വതിയമ്മ എന്നിട്ട് എന്ത് ചെയ്തു? രഞ്ജിതയോട് ഇത് പറയണോ വേണ്ടോ എന്നൊന്ന് ആലോചിക്കാം. അത് കഴിഞ്ഞിട്ട് ഇവർ, അതായത് സുമിത്രയും ശീതളും ഇതൊക്കെ അവിടെ അന്വേഷിച്ചിട്ടൊന്നും കണ്ടില്ല. എന്നിട്ട് തൊട്ടടുത്ത് അവരോടൊക്കെ ചോദിച്ചു, ആർക്കും അറിയില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ശീതൾ വീണ്ടും സുമിത്രയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങി. അതായത് അന്ന് പ്രതീക്ഷ ഇവിടെ വെച്ചാണ് വിളിച്ചതെന്നും ഇങ്ങോട്ടാണ് വരാൻ എന്നോട് പറഞ്ഞതെന്നും നിമിഷങ്ങൾക്കൊക്കെ ഞാൻ വന്നു. പക്ഷേ ഇവിടെ ഞാൻ വന്നപ്പോൾ ഏട്ടനെ കണ്ടിരുന്നില്ല. ഏട്ടനെ ഞാൻ കുറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് നോക്കിയമ്മേ. എന്നിട്ടാണ് ഞാൻ നമ്പറിലേക്ക് വിളിച്ചൊക്കെ നോക്കിയത്. പക്ഷേ ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് ഞാൻ ഇവരോട് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ടില്ലെന്നൊക്കെ ഇവരെന്നോട് പറഞ്ഞതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ സുമിത്രയ്ക്ക് സംശയം കൂടുതലുണ്ടായി. സംശയത്തിൻ്റെ നിഴലിലായി ശരിക്കും മൊത്തം കാര്യങ്ങൾ. അപ്പോൾ ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. മോളുമായിട്ട് സംസാരിച്ച് അമ്മയും മോളും കൂടി ഇങ്ങ് പോകും. അത് കഴിഞ്ഞ് നമ്മുടെ സുമിത്ര വീട്ടിൽ വന്ന് സുമിത്ര ഇരുന്ന് ആലോചിക്കുക. നേരത്തെ രഞ്ജിതയ്ക്കുള്ള ന്യൂസ് വേറെയും കൂടെ കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ഗവേഷണത്തിലാണ് സരസ്വതിയമ്മ. അങ്ങനെ സരസ്വതിയമ്മ ആ വീടിനകത്തോടെ വിരകി നടക്കുക കേട്ടോ. ഈ സമയത്ത് പൂജ സുമിത്രയ്ക്ക് അരികിലേക്ക് വന്നു. അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സുമിത്രയെ കാണാനായിട്ട് വന്നതാണ് പൂജ. അങ്ങനെ അമ്മയ്ക്കരികിലേക്ക് വന്ന് ഡ്രസ്സൊക്കെ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സുമിത്രയ്ക്കും ഇഷ്ടപ്പെട്ടു. പക്ഷേ സന്തോഷം മുഖത്തില്ല. അപ്പോൾ അമ്മയുടെ മുഖത്തെ ആ ഒരു വിഷമവും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞപ്പോൾ പൂജ ചോദിച്ചു, എന്താ അമ്മയ്ക്ക് എന്താ പറ്റിയേ? അമ്മയുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ മകൾ ചോദിക്കുമ്പോൾ അത് പിന്നെ മോളെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് സരസ്വതി അപ്പുറേന്ന് ഓടി വരുക, എന്താ ഇവർ സംസാരിക്കുന്നതെന്ന് അറിയാനായിട്ട്. അപ്പോൾ എന്താ അമ്മേ പ്രശ്നം? അമ്മ എന്താണെങ്കിലും ഉള്ളത് പറയാൻ പറഞ്ഞു മകൾ. അത് കേട്ടപ്പോൾ സുമിത്ര പറഞ്ഞു, ഞാനും ശീതളും കൂടി ചേർന്ന് ഇന്ന് വക്കീലിൻ്റെ ഓഫീസിൽ സുധേവൻ വക്കീലിൻ്റെ ഓഫീസിൽ പോയെന്ന് പറഞ്ഞു. അവിടെ എന്തിനാ അമ്മ പോയത്? അയാളതൊക്കെ ഉപേക്ഷിച്ച് പൂട്ടിക്കെട്ടി പോയതല്ലേ, അത് നേരത്തെ അറിഞ്ഞ കാര്യമല്ലേ. പിന്നെ എന്തിനാ അമ്മ അവിടെ പോയത്? പോയാലും ആരെയും കാണാനൊന്നും കഴിയുമായിരുന്നില്ലല്ലോ. മോളെ ആരെയും കാണാനായിട്ടല്ല, ഇവിടെ വെച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പ്രതീഷിനെക്കുറിച്ച് ശീതൾ കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ അവസാനമായി പ്രതീഷ് അവളെ കാണാൻ വിളിച്ച സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോയത്. അതെവിടെയാ അമ്മേ? അവിടെ ചെന്നിട്ട് വല്ല വിവരവും കിട്ടിയോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവൻ അവസാനമായി ശീതളിനെ കാണാൻ വിളിച്ചത് സുധേവൻ വക്കീലിൻ്റെ ഓഫീസിൽ വെച്ചാണെന്ന്. നമ്മുടെ ശീതൾ സുധേവൻ വക്കീലിൻ്റെ ഓഫീസിൽ അവന് കാണാനായിട്ട് ചെന്നിരുന്നു എന്നുള്ള കാര്യവും സുമിത്ര പറയാം. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ അവനുണ്ടായിരുന്നില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ കൈവലർത്തി കാണിച്ചു എന്ന് പറഞ്ഞു. അതെന്താ അമ്മേ അങ്ങനെ? അപ്പം പിന്നെ പ്രതീക്ഷേട്ടൻ എവിടെ പോയി? അങ്ങനെ സംഭവിച്ചത് എങ്ങനെയാണ്? എനിക്കറിയില്ല മോളെ. എന്തൊക്കെയോ വലിയൊരു രഹസ്യം അല്ലെങ്കിൽ എന്തൊക്കെയോ വലിയൊരു ചതി ആ ഒരു സമയത്ത് അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് അങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്തൊക്കെയാണെങ്കിലും പ്രതീഷിന് സുധേവൻ വക്കീലിൻ്റെ ഓഫീസിൽ വെച്ച് തന്നെയാണ് ആപത്ത് സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കാണാതാകൽ ഉണ്ടായിരിക്കുന്നത്. അതെന്താണെന്നും അതിൻ്റെ കാരണം എന്തായിരുന്നെന്നും എങ്ങനെ ഏത് രീതിയിലാണ് പ്രതീഷ് ഇപ്പോൾ കഴിയുന്നത് ഇതൊക്കെ കണ്ടുപിടിക്കണം മോളെ. അത് കണ്ടുപിടിച്ചേ അമ്മയ്ക്കിന് സമാധാനം ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുമിത്ര ഇങ്ങനെ കൊച്ചിനോട് പറയുക, അതായത് പൂജയോട് പറയുന്നു. അപ്പോൾ ഇതൊക്കെ സരസ്വതി അപ്പുറം നിന്ന് കേൾക്കുമല്ലേ. ഇവൾക്കിത് എന്തിൻ്റെ കേടാ? ഇവൾ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ തലയിടാൻ പോകുന്നത്.
എന്തായാലും രഞ്ജിതയ്ക്ക് ഇത് ഇച്ചിരി അങ്ങ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും രഞ്ജിതയ്ക്ക് തൃപ്തിയാവും. പിന്നെ കുറച്ചുകൂടെ പൈസയൊക്കെ രഞ്ജിത എനിക്ക് തരുമായിരിക്കും. എന്തായാലും ഇത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മ രഞ്ജിതയ്ക്ക് ന്യൂസ് കൊടുക്കണം എന്നുള്ളൊരിതിൽ ഇങ്ങനെ നിൽക്കുക. അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളും അങ്ങനെ തന്നെ വിഴുങ്ങി വിട്ടുകൊണ്ട് നേരെ പോവുകയാണ് സരസ്വതി ഫോൺ എടുത്ത് വിളിക്കാൻ. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിളിക്കൽ നടക്കില്ല. കാരണം എന്താ, സുമിത്രയും പൂജ ഉള്ളതുകൊണ്ട് ഇവരില്ലാത്ത തക്കം നോക്കിയാണല്ലോ വിളിക്കലൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ. എന്തായാലും സുമിത്ര രണ്ടും കൽപ്പിച്ച് തന്നെയാണ് രഞ്ജിതയെ തളയ്ക്കാനും അതുപോലെ തന്നെ രഞ്ജിതയുടെ നെഞ്ചത്താണി തറച്ചുകൊണ്ട് പ്രതീഷിനെക്കുറിച്ചുള്ള സത്യങ്ങൾ കണ്ടെത്താനും ഒക്കെ ആയിട്ടുള്ള ഒരു പരിശ്രമങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ സുമിത്ര ഇറങ്ങുന്നു. എന്തായാലും ശീതൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് പ്രതീഷിനെക്കുറിച്ചുള്ള കുറച്ച് സത്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മുടെ, അതായത് ജയിലിൽ കിടക്കുന്ന പ്രതീഷിനെക്കുറിച്ച്, ജയിലിലാണെന്ന് അറിയില്ലെങ്കിലും അവസാനമായി കണ്ടത് അല്ലെങ്കിൽ അവസാനമായി പ്രതീഷ് ഉണ്ടായിരുന്നത് ഈ സുദേവൻ വക്കീലിൻ്റെ അരികിലാണ് എന്നുള്ള സത്യം നമ്മുടെ സുമിത്ര കണ്ടെത്തി. ഇനിയിപ്പോൾ അതിൽ പിടിച്ച് നമ്മുടെ സുമിത്ര കയറും. സുദേവനെ ഇനി സുമിത്ര വെറുതെ വിടുവൊന്നുമില്ല. സുദേവൻ വക്കീലിനെ കൊണ്ട് സുമിത്ര പറയിക്കും പ്രതീഷ് എവിടെയായിരുന്നു, പ്രതീഷ് എന്തിനാണ് നിങ്ങൾക്കരികിൽ വന്നത്, എങ്ങനെയാണ് പ്രതീഷിനെ കാണാതായത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ എപ്പിസോഡ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.